മറക്കാനാവാത്തൊരു അനുഭവം എന്ന് വെച്ചാല് ഒരു സർവൈവൽ ആയിട്ട് ഞാൻ മരിക്കാൻ പോകും നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അധികാരം പറഞ്ഞിട്ടില്ല, വീട്ടുകാരൊക്കെ ഇനി പറയാമോ? അത് കാണാറില്ല. അപ്പോ ഞാന് മറ്റേ നേപ്പാളിൽ പോയല്ലോ. നേപ്പാളിൽ പോയി ഞാൻ സുബേർ ഒറ്റക്കായിരുന്നു. അപ്പോ ഞങ്ങള് അവിടെ പോയിട്ട്, നേപ്പാള് മെയിൻ ഈ സിറ്റി എന്നൊക്കെ പറഞ്ഞെങ്കിൽ ജസ്റ്റ് ഇന്ത്യൻ സിറ്റീസ് ഒക്കെ പോയിട്ട് തന്നെ അധികം ഒന്നും കാണാനൊന്നുമില്ല. പക്ഷെ നേപ്പാള് കുറെ ഇങ്ങനത്തെ മലകളും ഇതൊക്കെ ഉണ്ട്, ഹിമാലയ. ഞങ്ങൾക്ക് അങ്ങോട്ട് എത്തണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ആദ്യം ഞങ്ങള് കാഠ്മണ്ഡു പോയി, പോഖറ എന്ന സ്ഥലത്ത് പോയി. ജസ്റ്റ് ഇങ്ങനെ കുറെ അമ്പലങ്ങള്, കുറെ കേവ്സ്, അതിൽ നമുക്ക് ഇത്ര വൈബില്ലല്ലോ. അപ്പോ നമ്മള് വേറെ നാട്ടിലത്തെ ഫ്രണ്ട് നിവാസ് എന്ന് പറയാം, അവരുടെ അങ്ങ് ചോദിച്ചു എങ്ങനെ അങ്ങോട്ട് എത്താം. അപ്പൊ അന്നപൂർണ സർക്യൂട്ട് എന്നൊരു സർക്യൂട്ട് ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മള് കുറച്ച് പൈസ കൊടുത്തൊരു പെർമിറ്റ് ഒക്കെ എടുക്കണം. ഞങ്ങൾ അന്ന് പൈസ ഒക്കെ കാലിയാണ്. ഞങ്ങള് നാട്ടിൽ നിന്ന് ഫ്രണ്ട്സിനൊക്കെ വിളിക്കും, ബ്രോ എന്നിട്ട് ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്യിപ്പിക്കും. ATM പുറത്തുനിന്ന് വരിന്ന് പൈസ ഒക്കെ എടുത്ത് നേപ്പാളിൽ. എന്നിട്ട് ഞങ്ങൾ പെർമിറ്റ് ഒക്കെ റെഡിയാക്കി ഒരു ദിവസം പെർമിറ്റ് എടുക്കാൻ എടുത്തു. എന്നിട്ട് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, ആ സ്ഥലത്തിന്റെ പേരും കോർമ. അതുവരെ ഞങ്ങൾ റൈഡ് ചെയ്തിട്ട് അവിടെ സ്റ്റേ ചെയ്തു. അന്നൊരു പള്ളിയിൽ നിന്നു. എന്നിട്ട് ഞങ്ങൾക്ക് ഇതേപോലെ ചെറിയൊരു കുടിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു ഫുഡ് കഴിക്കാൻ. ഞങ്ങള് പള്ളിയിൽ സ്റ്റേ ചെയ്യാണ് രാത്രി. എന്നിട്ട് ആ പള്ളിന്റെ അടുത്തുള്ള വീട്ടിൽ നിങ്ങള് ഫുഡ് കഴിക്കാൻ ഡിന്നർ കഴിക്കാൻ നമ്മുടെ അടുത്ത് വരണം എന്ന് പറഞ്ഞിട്ട് ക്ഷണിച്ചു. ഞങ്ങൾ പോയിട്ടോ. അപ്പൊ ഒരു വീട്, ഒരു റൂമുള്ളൂ. ആ റൂമിലാണ് ആ ഫാമിലി മൊത്തം താമസിക്കുന്നത്. ഞാൻ കൊടൈക്കനാലിൽ ഇങ്ങനത്തെ ഒരു വീട്ടിലാണ്. ഞങ്ങൾക്ക് ആകെ എന്തോ പോലെ. ഞങ്ങൾ അകത്തേക്ക് കേറിയപ്പോ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു കിച്ചൺ പോലെ ഇവിടെ നേരെ അലമാര, ഇവിടെ ബെഡ്, പിന്നെ നിലത്തും അവര് കിടക്കുന്ന രീതിയിൽ കുറച്ച് ഇവിടെ ഇങ്ങനെ കൈ എഴുതാനുള്ള സെറ്റപ്പ്, അത്രേ ഉള്ളൂ ഒരു റൂം. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ആൾക്കാരാണ് ഏറ്റവും ഹോസ്പിറ്റാലിറ്റിയും ഏറ്റവും സ്നേഹത്തിലും അവർക്ക് ഉള്ളത് കൊണ്ട് അവർക്കിപ്പോ നമ്മുടെ അങ്ങനെ സൽക്കരിക്കേണ്ട ഒരു ആവശ്യമില്ല. അത്രയും ദരിദ്രരും അങ്ങനത്തെ ടീമാണ് അവര്. ഞങ്ങളെ ഞാനും സുഖമായിട്ട് അന്തോട്ടൊക്കെ ഞങ്ങൾ അകത്ത് പോയി നിലത്തിരുന്ന് അവരെ കൂടെ ഒരു ഫാമിലിയാണ്. അച്ഛനും അമ്മയുണ്ട്, 2 കുട്ടികളുണ്ട്. അവരെ വീട്ടിൽ ഫുഡൊക്കെ കഴിച്ചു, കഥകളൊക്കെ പറഞ്ഞു. അതൊക്കെ ഭയങ്കര മൊമെന്റ്സ് ആയിരുന്നു. പിന്നെ ഈ ട്രിപ്പിൽ ഞങ്ങൾക്ക് ഈ അന്നപൂർണ സർക്യൂട്ട് മുസ്താങ് എന്നൊക്കെ പറയും ആ ഏരിയക്ക്. മുസ്താങ് എന്നാണ് അവർ പറയുന്നത് നേപ്പാളിൽ. അപ്പോ 100 കിലോമീറ്റേഴ്സ് ഓഫ് റോഡാണ്. 100 കിലോമീറ്റേഴ്സ് ഓഫ് റോഡാണ്. എന്റെ അവിടെ ഇമ്പൾസും കൂടെ ആയിട്ട് സെറ്റാണ്. ഞങ്ങൾ പിന്നെ വിചാരിച്ചു ഒരു ഡേർട്ട് ബൈക്ക് കൂടെ റെന്റ് എടുത്താലും വെച്ചിട്ട് പൈസ ഇല്ലാത്ത ഞങ്ങൾ എടുത്തില്ല. 2 ഡേർട്ട് ബൈക്കിൽ പോയായിരുന്നു. ഞങ്ങൾ ഒരു ബൈക്കിൽ തന്നെ ഞങ്ങൾ പോയി. ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളെ ഹെവി ഇതൊക്കെ ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചു, ഈ വീട്ടിൽ വെച്ചു, ഈ പള്ളിയിൽ അവിടെ വെച്ചു. എന്നിട്ട് ജസ്റ്റ് ആവശ്യമുള്ള സാധനം മാത്രം എടുത്തിട്ട് ഞങ്ങൾ പോയി. ഈ 100 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ 1 ഡേ എടുക്കും മേലെത്താന്. രാവിലെ സുബഹിക്ക് ഇറങ്ങിയതാണ്, രാത്രി വൈകുന്നേരം അവിടെ എത്തുന്നു. ഭയങ്കര ഓഫ് റോഡ് സീനാ. ആകെ ചളി പിളി കൊറേ വീണു ഞങ്ങൾ നിലത്ത്. എന്നിട്ട് പക്ഷെ അങ്ങോട്ട് എത്തിയാണല്ലോ ലാൻഡ്സ്കേപ്പ് അങ്ങ് മാറി. ആദ്യം ഒരു മിഡിലൊക്കെ എത്തിയപ്പോ ഫുൾ പച്ചപ്പ്, ഭയങ്കര മലകള്. മറ്റേ സുനി നീരാകാശ് പറയുന്നുണ്ട്, എന്താണ് സ്വപ്നം കണ്ടൊരു കാര്യം പറയുന്നുണ്ട്, എന്താ മഞ്ഞ പൂക്കളും ആ സെയിം സിറ്റുവേഷനൊക്കെ ഞങ്ങൾ അവിടെ പോയി. പിന്നെ വാട്ടർഫോൾസ് നമുക്ക് ദൂരം, അന്നിന്റെ റോഡൊന്നും ഇല്ലല്ലോ, ദൂരം ഇങ്ങനെ കാണാം വാട്ടർഫോൾസ്. ഒരു സ്ഥലത്ത് ഞങ്ങള് അവിടുത്തെ മെയിൻ ഫുഡ് നമ്മളെ മാഗിയാണ്. എവിടെയെങ്കിലും നിർത്തിയാൽ നൂഡിൽസ് കഴിക്കും. ഒരു സ്ഥലത്ത് നൂഡിൽസ് കഴിക്കാൻ നിർത്തിയപ്പോ ഞാൻ നോക്കട്ടോ ഒരു 7 വാട്ടർഫോൾസ്. ഞാൻ അന്ന് സ്റ്റോറി ഇട്ടിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ കുറെ ദൂരെയാണ്, ഒരു 7 വാട്ടർഫോൾസ് ഇങ്ങനെ കാണാം. ഞാൻ ഇതൊന്നും ഇത്ര ഫേമസ് അല്ല, ഇത് ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അടിപൊളി സ്ഥലം. അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് പിന്നെ ഒരു 100 കിലോ 8 കഴിഞ്ഞപ്പോ പച്ചപ്പൊക്കെ മാറി. ലാൻഡ്സ്കേപ്പ് ഒരു ലഡാക്ക് വൈബായി. ഒരു പക്ക ബ്രൗൺ മൗണ്ടെയ്ൻസ് ആ ഒരു ലെവലിലേക്ക് എത്തി. അങ്ങനെ അവിടെ എത്തി, ഞങ്ങള് സ്ഥലത്തെത്തി. അവിടെ ഒരു ടൂറിസം ഓഫീസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് ചോദിച്ചു ഇവിടെ എന്താ ചെയ്യാനുള്ളത്. അപ്പൊ അവര് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഒരു ഹൈക്ക് ഉണ്ട്. ഒരു ഹൈക്കല്ല, ഇവിടെ കുറെ ഹൈക്ക് ഉണ്ട്, പക്ഷെ ഇവിടെ ഒരു ഹൈക്ക് ഉണ്ട്. ഈ ഹൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ്സ് ഹൈയസ്റ്റ് ഹൈക്കബിൾ പാസ് ആണ്. അതായത് പാസ് ഇങ്ങനെ സമ്മിറ്റ് ഹൈക്ക് അല്ല, പാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് പാസ് ചെയ്തിട്ട് നമുക്ക് താഴെ വേറെ സ്ഥലത്തേക്ക് പോവാം. അപ്പൊ ഹയസ്റ്റ് പോയിന്റ് അതായത് തൊറങ്ല പാസ് എന്നാണ് അതിന്റെ പേര്. വേൾഡ്സ് ഹയസ്റ്റ് ഹൈക്കബിൾ പാസ് ആണ്. ഇതാണ് ഇവിടെ എല്ലാരും മെയിൻ ആയിട്ട് ഒന്ന് ചെയ്യലെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഏതായാലും വന്നല്ല, നമുക്ക് നാളെ ഒരു ദിവസം ഇത് ചെയ്യാം, റിട്ടേൺ ചെയ്യാം. അങ്ങനെ പ്ലാൻ ആക്കി. ഓക്കെ സെറ്റ്. ഞങ്ങൾ എന്ത് ചെയ്ത്, ഞങ്ങൾ ഫുഡ് ഐറ്റംസ് അങ്ങനെ ഹൈക്കിന് അത്യാവശ്യം പ്രിപ്പയർ ചെയ്യണല്ലോ. ഞങ്ങൾ കുറച്ച് അവിടുത്തെ ചെറിയ കൺവീനിയൻസ് സ്റ്റോറിൽ കുറച്ച് ചോക്ലേറ്റ്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മാത്രമൊക്കെ മേടിച്ചു. അങ്ങനെ ഇതിന്റെ ഒരു ബേസ് ക്യാമ്പ് ഉണ്ട്. അത് എത്ര ഫീറ്റിലറിയാം? 4000
മീറ്റേഴ്സിൽ അതിന്റെ എലവേഷൻ 4 കിലോമീറ്റർ 4 കിലോമീറ്റർ എലവേഷനിലാണ് അത്. നേപ്പാളല്ലേ ഹയസ്റ്റ് പോയിന്റ് അല്ലേ. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് അവിടേക്ക് എത്ര എന്ന് പറഞ്ഞു അവർ ഞങ്ങൾ ഇട്ടു. എന്നിട്ട് പിറ്റേസ് രാവിലെ ഹൈക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി. ശരിക്കും ഇതൊക്കെ ചെയ്യാൻ ഫോറിനേഴ്സ് വന്നിട്ട് ഈ നേപ്പാൾ അവിടുത്തെ ലോക്കൽ അവരൊക്കെ വെച്ചിട്ടാ ചെയ്യാ. നമ്മൾക്ക് അതിനൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മളെന്ത് ചെയ്തു, ബൈക്ക് എടുത്തിട്ട് അങ്ങോട്ട് പോയച്ചു. അങ്ങോട്ട് പോകുമ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ ബൈക്ക് വലിയുന്നില്ല, ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയിട്ട് ബൈക്ക് കേറുന്നില്ല. ഫുൾ സീന്. എന്നിട്ട് ഒരാൾ ഇറങ്ങി തള്ളും, ഒരാൾ ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ കൊറേ തള്ളി 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 അവസാനം മടുത്തി ഞങ്ങൾക്ക്. അങ്ങോട്ട് എത്തുന്നില്ല. വേറെ സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഇങ്ങനെ എത്തുമ്പോ തന്നെ കുറച്ച് വീടുകൾ പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. അവിടെ ഒന്നും ലൈറ്റ് ഇല്ല. ഞാൻ പോയിട്ട് ഇനിയിപ്പോ അവിടെ പോയി പോസ്റ്റ് ആവോ, അങ്ങനെ ഒരു സീൻ കിട്ടി. അങ്ങനെ ഞങ്ങൾ കുറെയൊക്കെ കഷ്ടപ്പെട്ട് കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കും. ഇങ്ങനെ തള്ളി തള്ളി ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മള് കുറെ ചെറിയ ചെറിയ വീടുകൾ സെറ്റപ്പ് ഓരോന്നിനെ പോയി നോക്കുക, എവിടെ ലൈറ്റ് ഒന്നും കാണാനില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ ചെറിയ വെളിച്ചം കണ്ട് അവിടെ പോയി നോക്ക് ചെയ്തു. അപ്പൊ എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഹൈക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്, ഞങ്ങൾ ടെന്റ് കൊടുത്തിരുന്നു, ഞങ്ങൾ ടെന്റ് ഇവിടെ അടിച്ചു കിടന്നോട്ടെ എങ്ങനെയാണെന്നൊക്കെ പോകും. അപ്പൊ മുമ്പ് പറഞ്ഞു, നാളെ ഇവിടുന്ന് ഒരു ടീം പോകുന്നുണ്ട്, 2 ഫോറിനേഴ്സും പിന്നെ ഒരു ഗൈഡും പോകുന്നുണ്ട്, നിങ്ങൾ ഓരോ കൂടെ തന്നെ അങ്ങ് പോയിക്കോളിന്ന് പറഞ്ഞു. ഒരു ഏർലി മോർണിംഗ് 4 AM സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു ഹൈക്ക്. എന്നിട്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അന്ന് പുറത്ത് $10-20 നമ്മൾ നൂഡിൽസ് കഴിക്കുന്നത് അവിടെ $120 നൂഡിൽസ്. അത് ആ പോയിന്റൊക്കെ അവർ എത്തിക്കണല്ലോ ഫുഡ്. ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ ഫോറിനേഴ്സ് ആണല്ലോ വരിക, തോന്നൂല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് പുറത്തിട്ടായിരുന്നു. പക്ഷെ നല്ല തണുപ്പാണ്, പിന്നെ തലവേദന ഉണ്ടായിരുന്നു, ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് ഓക്സിജന്റെ സീനിൽ നല്ല തലവേദന. അപ്പൊ ഞങ്ങളൊരു പാരസ്റ്റമോൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പാരസ്റ്റമോളൊക്കെ അടിച്ചിട്ട് അങ്ങനെയൊക്കെ നിൽക്കുന്നത്. സുബൈറിന് തലവേദന വലിയ സീൻ ഉണ്ടായില്ല, എനിക്കല്ല തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഇവര് മറ്റേ പക്ക വൂളിന്റെ സാധനം കൊടുന്നു ടെന്റിന്റെ അടിയിലാണ്. എന്നിട്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ കിടന്നുറങ്ങി. 4 മണിക്ക് എണീച്ചു. ഇവര് ഹൈക്ക് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇവരെ കൂടെ തന്നെ പോവാ. 2 ഫോറിനേഴ്സ് ഉണ്ട്. ഇവരെ ഫുൾ ലഗേജ് എടുക്കുന്നത് ഈ കൂടെയുള്ള ഗൈഡ് ഷെയർപ്പാന്നാ പറയാ. ഈ നേപ്പാളത്തെ ആൾക്കാർക്ക് ഇവർക്ക് ഭയങ്കര സ്ട്രെങ്ത് ആണ്. അവർക്ക് ഈ മൗണ്ടെയിൻ അവർക്ക് ഈ മൗണ്ടെയിനൊന്നും ഒരു പ്രശ്നേ അല്ല. അങ്ങനെയൊക്കെയാണ് സൃഷ്ടിച്ചത് ആ ഒരു ഗോത്രത്തെ. അപ്പൊ അവർക്ക് അവന്റെ ഈ നെറ്റിയിൽ ഇങ്ങനെ ഒരു കയറിട്ടിട്ട് ബാക്കിലാണ് ഫുൾ ലഗേജ് ക്യാരി ചെയ്യുന്നത്. ഞങ്ങളിങ്ങനെ നോക്കുക, ഞങ്ങൾക്ക് നല്ലപോലെ നടക്കാൻ പറ്റും, കയ്യിലൊന്നും ഇല്ലാതെ. ഇവൻ ഈ ലഗേജ് മൊത്തം ക്യാരി ചെയ്ത് നടക്കുന്നത്. അപ്പൊ ആദ്യം ഞങ്ങൾ ഇങ്ങനെ സ്ലോ ആയി തുടങ്ങി. അവരെ കൂടെ കീപ്പ് ചെയ്യാൻ പറ്റാതായി. സുബൈർ ആകെ ക്ഷീണിക്കുന്നുണ്ട്. സുബൈറിന് എന്റെ അത്രയും സ്റ്റാമിന കുറച്ച് കുറവാണ്, തീരെ ഒരു ഹൈക്കൊന്നും ചെയ്യാതെ. കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങള് പോയിക്കോളും, ഞങ്ങള് വന്നോളാം എന്നുള്ള രീതിയിൽ അവരങ്ങനെ പോസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവര് പോയി. പിന്നെ ഞാനും സുബൈറും പതുക്കെ ഇങ്ങനെ ഹൈക്ക് ചെയ്യും, കുറച്ചിരിക്കും. പിന്നെ നടക്കുന്നില്ല പരിപാടി. ഹൈ ആൾട്ടിറ്റ്യൂഡും ആണ്, തീരെ നമുക്ക് ഹൈക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 10 സെക്കൻഡ് ഇങ്ങനെ നടക്കും ഇരിക്കും, പിന്നെ നടക്കും ഇരിക്കും. അപ്പൊ സുഖം പറഞ്ഞാൽ നമുക്ക് ഇനി വേണം അത് ഗിവപ്പ് ചെയ്യാന്നുള്ള രീതിയിലായി. പക്ഷെ എനിക്കിങ്ങനെ എന്തായാലും ഇറങ്ങിയില്ലേ, പറ്റുന്നവരെ പോയി നോക്കാം. അതേ ഡിസ്റ്റൻസ് താഴേക്ക് ഇറങ്ങുകയാണെങ്കിലോ? താഴേക്ക് ഇറങ്ങാൻ വലിയ സീനില്ല, മേലെ കയറുമ്പോ സീനാ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, കുറെ കഴിഞ്ഞപ്പോ സുബൈർ പറഞ്ഞു ഒരു ഷെഡ് എത്തി. ഞാൻ ഇവിടെ നിക്കാം, ഈ കംപ്ലീറ്റ് ചെയ്ത് പോരെന്ന് പറഞ്ഞു. അത് വേണം, ഞാൻ അവിടെ തന്നെ നിക്കാന്ന് പറഞ്ഞു. ഈ എന്തായാലും കുറച്ചാദ്യം എത്ര ഉള്ളതെന്ന് എനിക്കില്ല ഇടുന്നില്ല. പോയി നോക്ക്, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലെ എന്നെ കൊണ്ട് നടക്കൂല, അതുകൊണ്ടാണ് ആകെ തീർന്നിരുന്നത്. അപ്പൊ ഓക്കെ അങ്ങനെ ചെയ്യാനിട്ട് ഓൻ അവിടെ നിന്ന് ഒരു ഹട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഒറ്റക്ക് നടന്നു തുടങ്ങി. കുറെ ഇതേപോലെ തന്നെ കുറെ ഇരിക്കും, കുറെ നടക്കും. അവസാനം ഇതെപ്പ 4 AM സ്റ്റാർട്ട് ചെയ്ത് ഹൈക്കാട്ടോ. ഞാൻ ടോപ്പിൽ എത്തുന്നത് ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് എത്ര മണിക്കൂറായപ്പോ 4, 6, 8, 10 hours മേലെ എത്താൻ. ഞാൻ അവിടെ എത്തി. അവിടെ നല്ല ഭംഗിയുള്ള സ്ഥലം, ഒരു ടോർക്കോയ്സ് കളർ ലേക്ക് ഒക്കെ ഇങ്ങനെ കാണാം. പിന്നെ അവിടെ മറ്റേ നേപ്പാളിൽ മറ്റേ സാധനം ഉണ്ടല്ലോ, ആ ഒരു ഫ്ലാഗ് ഒക്കെ അതൊക്കെ മൊത്തം കെട്ടി. ഞാൻ അവിടെ ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ അപ്പൊ തന്നെ തിരിച്ചിറങ്ങാൻ തുടങ്ങി. കുറെ എത്തിയിട്ട് ഞാൻ വൈകുന്നേരം ആയപ്പോ ഹട്ടിന്റെ അവിടെ എത്തി. ഹട്ടിന്റെ അവിടെ സുബൈറില്ല. അയ്യോ സുബൈർ കൂടെ പോയി. കുറച്ച് ഡാർക്ക് അടിച്ചു. പിന്നെ സുബൈറിന് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഞാൻ എത്താൻ കുറച്ച് ലേറ്റ് വിളിക്കാനൊന്നും പറ്റില്ല, അവിടെ റേഞ്ച് ഒന്നും ഇല്ല. അങ്ങനെ എന്ത് ചെയ്തു, ഇനിയിപ്പോ വേറെ വഴിയൊന്നുമില്ല, താഴത്തേക്ക് കാണാം. പിന്നെ ഒരു സീൻ കിട്ടുക വെച്ചാല് ഫോഗ് വന്നു.
ഭയങ്കര ഫോഗ്, എനിക്ക് കാണുന്നില്ല തീരെ. അപ്പൊ ഇവര് ഈ ഹൈക്കിന്റെ ഒരു ഇത് കാണാൻ വേണ്ടിട്ട് ഓരോ വടി വെച്ചിട്ടുണ്ട്, വഴി മനസ്സിലാവും. അപ്പൊ ഭയങ്കര ഫോഗായി, ഫോഗും പിന്നെ ഇരുട്ടുമായി, പിന്നെ വടി വെച്ചിട്ടുണ്ടാവും. ആ ഒരു പോൾ ഇങ്ങനെ കാണും. ഞാൻ ആ പോളിന്റെ വരെ നടക്കും, എന്നിട്ട് ഞാൻ നോക്കും പോൾ അടുത്ത കാണുന്നുണ്ടോ, പിന്നെ വഴി കാണുന്നില്ല നടക്കുമ്പോ അടുത്ത പോൾ കാണുമ്പോ ആവും അടുത്ത പോൾ. അപ്പൊ അങ്ങനെ വഴി മനസ്സിലാവുന്നു. അത്രയും ഫോഗുമായി പിന്നെ ഇരുട്ടുമായി, വിസിബിലിറ്റി തീരില്ല, ഇത്ര ദൂരം കാണുന്നില്ല. ആ ശരിക്ക് പേടിച്ച് എവിടെയാ ഉള്ളത് ഒരു ഐഡിയ ഇല്ല, ഇത് എങ്ങനെ താഴത്തേക്ക് എത്തുമെന്ന് അപ്പൊ പേടിയായി. പിന്നെ എന്റെ കാല് സീനായി തുടങ്ങി. നമ്മളിങ്ങനെ ഇങ്ങനെ ഇറങ്ങിയല്ലോ താഴത്തേക്ക്. അപ്പൊ എന്റെ ഫ്രണ്ടില് ടോ ഇങ്ങനെ തട്ടിയിട്ട് ഇതായിപ്പോയി, ഫിംഗേഴ്സ് ഇങ്ങനെ തട്ടിയിട്ട് ഭയങ്കര സീന്, ഭയങ്കര പെയിൻ ആയി പോയി. എന്നിട്ട് ഷൂസും പൊളിഞ്ഞു ഒരു ഭാഗത്ത്. ഞാനിങ്ങനെ കൊറേ ഇരുട്ടായി, ടോർച്ച് പോലെ ഫോൺ ഓഫ് ആവാൻ അയക്കുന്നത്. അങ്ങനെ ഒരു ഐഡിയയിൽ ഇങ്ങനെ കൊറേ പതുക്കെ ഇറങ്ങും, പിന്നെ ഇരിക്കും. ടോർച്ചൊക്കെ അടിച്ചാ പോണേ. രാത്രി ഇരുട്ടായി, ഞാൻ രാത്രി തിരിച്ചെത്തുന്നതാണ്. എന്നിട്ട് അവസാനം ഒരു പോയിന്റിൽ എത്തിയപ്പോ ഇങ്ങനെ കുറച്ച് ഫോഗൊക്കെ തെളിഞ്ഞ താഴ്ഭാഗം ഇങ്ങനെ കാണാനായി. അപ്പൊ അങ്ങനെ പതുക്കെ ഇറങ്ങും. പിന്നെ കാല് സീനായപ്പോ കൊറേ നേരം ഇരുന്നു. പക്ഷെ പിന്നെ തലവേദന ഉണ്ടായിരുന്നു, തലവേദന അതിനും വലിയ സീൻ കൂടെ. ഞാൻ എന്തിനാണ് ഇതിന് ഇറങ്ങിയെന്ന് അലക്കുന്നത്. അപ്പൊ അങ്ങനെ അവസാനം റിസോർട്ടിന്റെ ആ ഏരിയയിലെത്തി. അപ്പൊ സുബേറിനെ കണ്ടു. ഭയങ്കര സന്തോഷായി. സുബേർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെ തിരിച്ച് കാണാനായിട്ട് എന്ത് താഴെ പോയിട്ട് അവരോട് പറയാ, അതിനുവേണ്ടി പോയതാ. എന്നിട്ട് ഇവര് അവര് എന്നെ കാണാൻ വേണ്ടിട്ട് അവിടുത്തെ ഷെയർപാസ് എന്നെ തരാൻ വേണ്ടി മേലെ കയറാൻ വേണ്ടി നിൽക്കിയത്. അപ്പൊ ഞാൻ താഴേക്ക് എത്തിയത്. ഞാൻ താഴേക്ക് വന്ന് ഷൂസൊക്കെ ഉപയോഗിച്ചിട്ട് 2 പാക്സ് മേടിച്ച് ഒറ്റക്ക് എടുത്തോ, ഡെഡ്. 10 മണിക്കൂർ മുകളിലേക്ക് ഹൈക്ക് ചെയ്ത് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഒരു 4-5 മണിക്കൂർ. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. വർത്തിട്ടായിരുന്നു. നമുക്ക് പറയാലോ വേൾഡ്സ് ഹൈയസ്റ്റ് സൈക്കിൾ പാസ് കംപ്ലീറ്റ് ചെയ്തെന്ന് പറയാം. ഈ പോഡ്കാസ്റ്റിൽ പറയാനായില്ലേ, പോഡ്കാസ്റ്റിൽ പറയാനുള്ള മെയിൻ ഒരു കഥയായി.